ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ കൂട്ടവന്ധ്യംകരണത്തിന് വിധേയരായ 8 സ്ത്രീകൾ മരിച്ചു. 30ഓളം സ്ത്രീകൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കർശന നടപടിയെടുക്കാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ബിലാസ്പൂരിലും താക്കത്പൂരിലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുടുംബാസൂത്രണ ക്യാമ്പിൽ വെച്ച് സ്ത്രീകളെ കൂട്ടവന്ധ്യംകരണത്തിന് വിധേയരാക്കിയത്. സംസ്ഥാന ആരോഗ്യ വകുപ്പായിരുന്നു വന്ധ്യംകരണ ശസ്ത്രക്രിയാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. 80ഓളം സ്ത്രീകൾക്ക് 5 മണിക്കൂറിനുള്ളിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അടിവയറ്റിൽ വേദനയും ഛർദിയും ഇവർക്ക് അനുഭവപ്പെട്ടു. ഇതിനിടെ 8 പേർ മരിച്ചു. 64 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയിലെ അലംഭാവമാണ് മരണകാരണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്നാണ് പോലീസിന്റെ പ്രതികരണം. नसबंदी शिविर अभी पिछले शनिवार को हुई थी और इसके पश्चात आज कुछ डेट हुई है और जो कॉम्प्लिकेशंस आई है सारे महिलाओं को जिला अस्पताल और सिम्स में भर्ती कराया गया. माननीय मुख्यमंत्री महोदय ने ऑलरेडी जांच के आदेश दिया है. അതേസമയം ശസ്ത്രക്രിയയിൽ പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് 50,000 രൂപ വീതവും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വിഷയത്തിൽ ഉടൻ കർശന നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.